വർഷം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി 2 സ്ത്രീകൾ മാറി മാറി കൈയാളിക്കൊണ്ടിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഖാലിദ സിയയുമാണ് ആ പെൺ നേതൃത്വങ്ങൾ. ഉരുക്ക് വനിതകളെന്നും പോരാടുന്ന ബീവിമാരെന്നുമൊക്കെ ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ യാദൃശികമെന്നോണം രാഷ്ട്രീയത്തിലേക്ക് എത്തിയ 2 പേരാണിവർ. ഒന്ന് രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ മകൾ, മറ്റൊന്ന് മുൻ പ്രസിഡന്റ് സിയാ റഹ്മാന്റെ വിധവ. ഒരു കാലത്ത് പട്ടാളത്തിന്റെ തോക്കിൻ കുഴൽ ഭരണത്തെ അതിജീവിച്ച ഇവർ ആദ്യകാലത്ത് നടത്തിയ സമരങ്ങൾ അത്രയും ജനാധിപത്യത്തിന്റെ ചുവയായിരുന്നു. പതിയെ അത് ഇല്ലാതായി. ആ കളിക്ക് നേതൃത്വം കൊടുത്തത് ഹസീനയായിരുന്നു. 1.5 പതിറ്റാണ്ടോളമായി വെറുപ്പിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വരവും ചെയ്തികളുമായിരുന്നു ആ ഭരണത്തിന്. സഹികെട്ട ജനം, വിശേഷിച്ചും വിദ്യാർത്ഥികളും യുവജനങ്ങളും അതിനെതിരെ രംഗത്തെത്തിയതോടെയാണ് ബംഗ്ലാദേശിൽ പുതിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമാകുന്നത്. 1996-ലാണ് ബംഗ്ലാ പാർലമെന്റായ ജാതീയ സെൻസദിന്റെ നിയന്ത്രണം ആദ്യമായി ഷെയ്ഖ് ഹസീനയുടെ കൈകളിൽ വന്നത്. പക്ഷേ 2001-ൽ ഹസീനയ്ക്ക് ഭരണം പോയി. 2006 വരെ വീണ്ടും ഖാലിദ സിയ അധികാരത്തിലെത്തി. അത് കഴിഞ്ഞുള്ള 2 വർഷം രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റേതായിരുന്നു. ഇക്കാലയളവിൽ 3 പുരുഷ സ്വാതന്ത്ര്യ പ്രധാനമന്ത്രി പദത്തിലെത്തിയിരുന്നു. 2008 ഡിസംബറോടെ തിരഞ്ഞെടുപ്പിൽ ഹസീന 40%-ലേറെ വോട്ട് നേടി. അതിനുശേഷമാണ് പതിയെ ഹസീനയുടെ ഏകാധിപത്യം മുളപൊട്ടിയത്. പാകിസ്ഥാന്റെ തടവറയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച വീരനായകന്റെ മകൾ ബംഗ്ലാദേശിനെ മറ്റൊരു തടവറയിലാക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു. 2019-ലെ തിരഞ്ഞെടുപ്പൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളുടെ ഉദാഹരണമായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകാൻ പോലും രാഷ്ട്രീയ എതിരാളികളെ സമ്മതിച്ചില്ല. അതിനു മുന്നേ തന്നെ ഖാലിദ സിയയെ ജയിലിൽ അടച്ചു. മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയായ ജുമായത്തെ ഇസ്ലാമിയയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അതിനു മുന്നേ മരവിപ്പിച്ചു. അതിന്റെ നേതാക്കളെ തടവിലാക്കുകയോ തൂക്കിലേറ്റുകയോ ചെയ്തു. അതിനിടയിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ പെരുകി. ചെറുപ്പക്കാർ തെരുവിലിറങ്ങിയപ്പോൾ സമരത്തെ ചോരയിൽ മുക്കി. ഈ പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് ചില രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരുന്നു. അവർക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവേശിക്കാനായില്ല. 20ഓളം BLP പ്രവർത്തകർ പ്രചരണത്തിനിടെ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും ഹസീന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതേ മാതൃകയിൽ തന്നെയായിരുന്നു ഈ വർഷം ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പും. പക്ഷേ അപകടം മുൻകൂട്ടി കണ്ട പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പാടെ ബഹിഷ്കരിച്ചു. HM ഇൻഷാദിന്റെ ജാതീയ പാർട്ടി മാത്രമായിരുന്നു ആകെയുണ്ടായിരുന്ന എതിരാളി. 75% വോട്ടുകൾ നേടി ഹസീനയ്ക്ക് 5-ാം ഊഴം. തുടർച്ചയായ ഭരണത്തിന്റെ 15 വർഷത്തിലാണിപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയ സംവരണ പ്രശ്നം ഉയർന്നു വന്നത്. അത് ഇത്തരമൊരു വിധി സമ്മാനിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ഇനി ഹസീനയ്ക്ക് പ്രവാസ ജീവിതത്തിന്റെ കാലമായിരിക്കും. അവർക്കത് ആദ്യ അനുഭവമല്ല. 70കളിലെ വിമോചന സമരകാലത്ത് മുത്തശ്ശിക്കൊപ്പം അഭയാർത്ഥി ജീവിതം നയിച്ചിട്ടുണ്ട്. 1975-ൽ പിതാവിനെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിൽ ബാക്കിയായത് ഹസീനയും സഹോദരി റിഹാനയും മാത്രമായിരുന്നു.